മതിയായ താമസ സൗകര്യമോ നല്ല ഭക്ഷണമോ ലഭിക്കാതെ പഠിക്കേണ്ട ഗതികേടിലാണ് ഇടുക്കി മെഡിക്കൽ കോളേജിന് കീഴിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ. 18 വിദ്യാർത്ഥികൾ വരെ കുടിസുമുറിയിൽ കിടന്നുറങ്ങി വളരെ മോശം ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും പട്ടിണിയാണെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. മെറിറ്റിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്കാണ് ഈ ഗതികേട്. ഇങ്ങനെ പട്ടിണിക്കിടാൻ പാടില്ലല്ലോ. മെയിൻ പ്രശ്നം പട്ടിണിയാണ്. സത്യമായിട്ടും കുറെ ഒരാഴ്ച 1.5 ആഴ്ചയായിട്ട് ഞങ്ങൾ പട്ടിണിയിലാണ്. വൈകുന്നേരം ഭക്ഷണമില്ല. അത് മാത്രമല്ല, ഇവിടെ ഒരു പുറത്തൊരു കടയെ ആശ്രയിക്കാൻ പോലും ഞങ്ങൾക്ക് ഒരു സോഴ്സില്ല. ആകെ ഒരു 2 കടയുള്ളൂ ഇവിടെ. അവിടെ ഞങ്ങൾ ഉച്ചയാകുമ്പോഴത്തേക്കും ഫുഡും വരെ തീരും. അത്ര പിള്ളേരും MBBS ആരും നഴ്സിംഗ് സ്റ്റുഡൻസും കൂടി വന്നു കഴിയുമ്പോൾ ഉള്ള ഫുഡും കൂടെ തീരും. ഇടുക്കി മെഡിക്കൽ കോളേജിന് കീഴിൽ 2 ബാച്ചുകളിലായി 14 ജില്ലകളിൽ നിന്നുള്ള 120 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. നിലവാരമുള്ള ക്ലാസ് മുറിയോ നല്ല താമസമോ പഠനാന്തരീക്ഷമോ എന്തിന് വിശപ്പകറ്റാൻ ആവശ്യമായ ഭക്ഷണമോ ലഭിക്കാറില്ലെന്ന് ഒരേ സ്വരത്തിൽ കുട്ടികൾ പറയുന്നു. കഴിഞ്ഞ വർഷമാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് കോഴ്സ് ആരംഭിച്ചത്. സ്വന്തമായി ഹോസ്റ്റൽ കെട്ടിടം ഇല്ലാത്തതിനാൽ ശ്രീ വിദ്യാധിരാജ സമാജം മാനേജ്മെൻറ്റ് സ്കൂളിൻ്റെ കെട്ടിടം ലേഡീസ് ഹോസ്റ്റലാക്കി മാറ്റുകയായിരുന്നു. 95 കുട്ടികളാണ് ഇവിടെ താമസിക്കുന്നത്. 5500 രൂപ പ്രവേശന ഫീസ് വാങ്ങിയാണ് ഹോസ്റ്റൽ മുറി നൽകിയത്. 4500 രൂപ വീതം മാസം തോറും ഹോസ്റ്റൽ മെസ് എന്നീ ഇനത്തിൽ ഫീസും നൽകണം. ഒരു മുറിക്കകത്ത് 18-14 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലുതായിരിക്കണം ആ മുറി. പക്ഷേ അത്രയും വലുതല്ല, ഭയങ്കര ചെറിയ മുറിയാണ്. അതിനകത്ത് ഭയങ്കര കൺജസ്റ്റഡ് ആണ്. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒട്ടും വൃത്തിയില്ലാത്തൊരു സ്ഥലമാണ്. ഞങ്ങളോട് അഡ്മിഷൻ വന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് 2 ദിവസത്തിനകത്ത് ഇവിടെ ഒരു ആൻറ്റി വരും, ആ ആൻറ്റി എല്ലാം ക്ലീൻ ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അതിനെ ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങളോട് വാർഡൻ ഒരുമാതിരി മിസ്ബിഹേവ് ചെയ്യുകയും ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നഴ്സിംഗ് കുട്ടികളാണ്, നിങ്ങൾ ഇതെല്ലാം സഹിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. നഴ്സിംഗ് വിദ്യാർത്ഥികളായ 2 ബാച്ചിലെയും ആൺകുട്ടികൾക്കാണെങ്കിൽ ഹോസ്റ്റൽ സൗകര്യമേ ഇല്ല. ചെറുതോണിയിൽ മുറി വാടകയ്ക്കെടുത്താണ് താമസമെന്ന് ഇവർ പറയുന്നു. കോളേജിലേക്ക് എത്താൻ കോളേജ് വക വാഹന സൗകര്യവും ഇവർക്കില്ല. ഗവൺമെന്റിന്റെ മെറിറ്റിൽ വന്ന ഞങ്ങൾ 5000-6000 രൂപ വാടക കൊടുത്തിട്ട് ഫുഡ് അവിടുന്ന് കിട്ടുന്ന ഫുഡൊക്കെ വഹിച്ചിട്ടാണ് ഞങ്ങളുടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യത്തിന് സൗകര്യം ഒരു നടപടി ഇതുവരെ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഡെയിലി ഞങ്ങൾക്ക് യാത്രയുടെ ചെലവ്, പിന്നെ ഈ മാസത്തിൽ ഞങ്ങൾക്ക് ഈ ഫുഡിന്റെ താമസത്തിന്റെ എല്ലാം ഞങ്ങളുടെ ചെലവ് ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് ഇപ്പോൾ എടുക്കുന്നത്. പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റൽ പ്രവർത്തിക്കുന്ന സ്കൂൾ കെട്ടിടം ഡിസംബർ 31 ഒഴിഞ്ഞു നൽകണമെന്ന് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾ പെരുവഴിയിലാകും. സ്വന്തമായി ക്ലാസ് മുറിയും ഹോസ്റ്റൽ സൗകര്യവും ഉൾപ്പെടെ ഇല്ലെങ്കിൽ കോളേജിന് നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരവും നഷ്ടപ്പെടുമെന്ന ഭയമാണ് വിദ്യാർത്ഥികൾക്കുള്ളത്. മന്ത്രി റോഷി അഗസ്റ്റിനും ജില്ലാ കളക്ടർക്കും അടക്കം നിരവധി പരാതികൾ വിദ്യാർത്ഥികൾ നൽകിയിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. പ്രശ്നപരിഹാരം ഉടനുണ്ടായില്ലെങ്കിൽ പരസ്യമായി സമരരംഗത്തേക്ക് ഇറങ്ങാനാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും തീരുമാനം. ന്യൂസ് മലയാളം, ഇടുക്കി.